മോളെ മോളെ മോളൊന്നും കഴിക്കാതെയല്ലേ പോകുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, ആഹാരം എല്ലാം കൂടെ ഒരു പ്ലേറ്റിലാക്കി മുറി കൊണ്ടുതരാം. വേണ്ടച്ച, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാ. അത് കണ്ടോ, മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനല്ലേ അങ്കിളി അഹങ്കാരം കാണിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ആ മാഷിനെ വേറൊരു പാഴ്സൽ എടുത്തിട്ട് വരാം. ശരിയാക്കി തരാം. ഗോവിന്ദ, എന്താണ് ഇത്? വിളിച്ചിട്ട് വന്നവരെല്ലാം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. മാഷെന്താ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഷ്ടപ്പെടാത്ത സ്ഥലത്തുനിന്നേ ബാലൻ ഭക്ഷണം കഴിക്കാറില്ല. ഓഹോ, ഇഷ്ടപ്പെടാത്ത സ്ഥലത്തിരുന്ന് കഴിക്കാം അല്ലേ? ഞങ്ങളെ മാനം കെടുത്താൻ കാണിക്കുന്നല്ലോടോ താൻ. തനിക്ക് നാണോ ഇല്ലടോ? ഇല്ലടാ, നാണിക്കേണ്ട സമയമല്ല ഇത്. പേടിയായിപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി തരുമെന്നും എന്റെ ജീവൻ ഞാൻ നോക്കണല്ലോ. അങ്ങനെ തനിക്ക് വിഷം തരാൻ ഉദ്ദേശമില്ല. കാരണം താൻ എനിക്ക് പറ്റിയ തണ്ടി അല്ലടത്. ഞാനോട്ട് കൂട്ടിട്ടുമില്ല. തനിക്ക് കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചൂടെ? ഇവിടെ വന്ന് നാട്ടുകാരെ കാണിച്ച് തിന്നുന്ന എന്തിനാ? സ്വന്തം മോന്റെ കല്യാണോ? കോട്ടയച്ച, നമ്മളെ ചെറുതാക്കാനായി അങ്കിളി ചെയ്യുന്നത് എന്താണെന്നറിയോ? സ്വയം ചെറുതാവുക. എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. അച്ഛ വാ. മോളെ, നല്ല കറിയാൻ തോന്നല്ലേ? ചേച്ചി, എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു പോയി. എന്റെ ചാർജർ എടുക്കാൻ ഞാൻ മറന്നുപോയി. ചേച്ചിയുടെ ചാർജർ ഒന്നും തരും? എന്റെ ബാഗിനകത്തുണ്ട് മോളെ. ചേച്ചിയുടെ ബാഗ് എവിടാ? നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്തുണ്ട്. ആ ബാഗിങ് എടുത്തോ. ഞാൻ എടുത്തോളാം. ചേച്ചി, ബാഗ് ഞാൻ ചാർജ് ചെയ്തിട്ട് വരാവേ.